സർ, UN ജനറൽ അസംബ്ലിയിൽ പാകിസ്ഥാനെതിരെ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പ്രതിനിധി ആഞ്ഞടിച്ചതായിട്ടാണ് പുറത്തു വരുന്ന വിവരം. അതായത് ലോകത്തുള്ള സകല ഭീകരപ്രവർത്തനങ്ങളുടെയും ആണിക്കല്ല് പാകിസ്ഥാനാണ്. കടുത്ത ഇന്ത്യ വിരോധത്തിൻ്റെയും ഇന്ത്യ വെറുപ്പിൻ്റെയും ഒരു കേന്ദ്രമായി പാകിസ്ഥാൻ മാറിയിരിക്കുകയാണ്. പാകിസ്ഥാനുമായിട്ട് ഇനി യാതൊരു ചർച്ചയുമില്ല, ഇനി നടപടികളിലേക്ക് പോവുകയാണ് എന്നാണ് ഇന്ത്യൻ പ്രതിനിധി പറഞ്ഞത്. സത്യത്തിൽ UN പോലും ഞെട്ടി വിറച്ചിരിക്കുകയാണ്. എന്താണ് സാർ ഈ ഇന്ത്യ ഇങ്ങനെ ഒരു കടുത്ത നിലപാട്? പ്രത്യേകിച്ചും നമ്മുടെ വിദേശകാര്യമന്ത്രി ഇന്ന് രാത്രി അവിടെ പ്രസംഗിക്കാനിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ഇങ്ങനെ ഒരു കടുത്ത നടപടികളിലേക്ക് പോയത്? വാസ്തവത്തിൽ വിദേശകാര്യമന്ത്രി S ജയശങ്കർ പ്രസംഗിക്കുന്നതിന് ഒരു നിലമൊരുക്കലാണ് നമ്മുടെ മിടുക്കിയായിട്ടുള്ള ഐക്യരാഷ്ട്രസഭയിലെ പ്രതിനിധിയായിട്ടുള്ള പെറ്റൽ ഗെഹ്ലട്ട്. പെറ്റൽ എന്ന് പറഞ്ഞാൽ ഇതളുകൾ പോലെ മനോഹരമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ മുഖത്ത് സ്ലാപ്പ് ഓൺ ദെയർ ഫേസ് അതാണ് നടത്തിയത്. സുന്ദരമായ വാക്കുകൾ, ആളും സുന്ദരിയാണ്, പറയുന്ന വാക്കുകൾ അതിലും സുന്ദരമാണ്, അതിൻ്റെ നല്ല മൂർച്ചയുണ്ട്, ഡിക്ഷൻ, പ്രൊനൗൺസിയേഷൻ ഇതിനെ കൊണ്ട് ഗംഭീരമാക്കിയ ഒരു പ്രസന്റേഷൻ അവിടെ നടത്തി. എനിക്കറിയില്ല, ഐക്യരാഷ്ട്രസഭയിൽ നേരത്തെ ഇരുന്ന പ്രതിനിധികൾ ഇതുപോലെ തന്നെയാണ്. മനോഹരമായ ഭാഷയിൽ മനോഹരമായിട്ട് കുറിക്കൊള്ളുന്ന വാക്കുകൾ കൊണ്ട് അവർ കവിത രചിക്കുകയാണ്. ആ കവിതകൾ ചെന്ന് കൊള്ളുന്നത് പാകിസ്ഥാൻ്റെ കൃത്യം അവരുടെ കാരണത്തു തന്നെയാണ് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം ഷഹബാസ് ഷെരീഫ് അവിടെ പ്രസംഗിച്ചു ഒരുപാട് പൊള്ളയായ കാര്യങ്ങൾ, വ്യാജ ആരോപണങ്ങൾ ഇന്ത്യക്കെതിരെ ഉന്നയിക്കും. അതെ 7 വിമാനങ്ങൾ വെടിവെട്ടിച്ചിട്ടു. 6 ആയിരുന്നു രാഹുൽ ഗാന്ധി പറയുന്ന 6 അതെ, ഇയാൾ 7 ഒരെണ്ണം കൂടെ കൂട്ടി. ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക. അവരുടെ ജനസംഖ്യ ഈ കൂടുന്നത് പോലെ ഓരോ ദിവസവും വിമാനങ്ങളുടെ എണ്ണം കൂടുക. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോൾ 8 എന്ന് പറയും. എന്നാൽ ഇതിലൊരൊറ്റ വിമാനം വെടിവെച്ചിട്ടത് നിങ്ങളാണല്ലോ. ഒരെണ്ണത്തിന്റെ ഒരു ഫോട്ടോ ഇന്ന് വരെ കാണിക്കാത്ത ഒരു ദൃശ്യം കാണിക്കുക. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ദൃശ്യസഹിതം കാണിച്ചു. തെളിവുകളുണ്ട്. നിങ്ങളത് നിഷേധിച്ചിട്ടുമില്ല. ഞങ്ങളിത് നിഷേധിക്കുന്നു. ഒരൊറ്റ വിമാനം തകർന്നടിഞ്ഞു എന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചു. അത് പണ്ടും ഈ ഷഹബാസ് ഷെരീഫിനോട് CNN-കാർ ചോദിച്ചു എന്താണ് തെളിവെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കൂ. സോഷ്യൽ മീഡിയയിലും ഇല്ലിത്. സോഷ്യൽ മീഡിയ പറയുന്നുണ്ടായിരിക്കാം, പറയും. അങ്ങനെ അവർക്ക് ആർക്കാ പറയാൻ? പാകിസ്ഥാനിൽ നിന്ന് വ്യാജ വീഡിയോസ് ആണ്. വീഡിയോസും ഇല്ലെന്നേ, ഇതിന് വർത്തമാനം മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ ഇങ്ങനെ പറഞ്ഞു, രാഹുൽ ഗാന്ധി പൊള്ളയായ വർത്തമാനങ്ങൾ പറയുക. ഞങ്ങൾ 7 വിമാനം വെടിവെച്ചിട്ട് ആരോടായി കള്ളം പറയുന്നത്? ഞങ്ങൾ യുദ്ധം ജയിച്ചു എന്നാണ് പറയുന്നത്. യുദ്ധം ജയിച്ചു, ഞങ്ങളാണ് ജയിച്ചത്. നിങ്ങൾ ജയിച്ചതാണെങ്കിൽ പിന്നെ അമേരിക്കയെ ഇങ്ങനെ ശ്ലാഘിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാ? നിങ്ങൾ അമേരിക്ക പറഞ്ഞപ്പോൾ എന്തിനാ കേട്ടെ? ഇന്ത്യ മൊത്തമായിട്ടങ്ങ് നശിപ്പിച്ചുകൂടായിരുന്നോ? അതോ ഇന്ത്യയോടുള്ള സഹതാപം കൊണ്ടോ? ആ സഹതാപം കൊണ്ടാണോ നിങ്ങൾ റെസിസ്റ്റൻസ് ഫ്രണ്ടിന് രൂപം നൽകിയത്? അത് ഈ പെറ്റൽ ഗെഹ്ലട്ട് പറഞ്ഞു. നിങ്ങളുടെ രാജ്യത്ത് നിങ്ങളുടെ പട്ടാളക്കാരെ ചേർന്ന് റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്നൊരു സംഘം രൂപീകരിച്ചു. അതിന് നിങ്ങൾ പരിശീലനം നൽകി. എന്നിട്ട് അതിർത്തിയിലൂടെ ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റം നടത്തി. അങ്ങനെയാണ് വിനോദസഞ്ചാരികളുടെ അവരുടെ ഉടുവസ്ത്രം നോക്കി മതം പരിശോധിച്ച ശേഷം നിങ്ങൾ കൊന്നിട്ടത്. മിടുക്കായിട്ട് നിങ്ങൾ പോയി ഒളിച്ചിരുന്നു. അതിർത്തിയിൽ നിന്ന് അങ്ങോട്ട് കടക്കാതെ ഇന്ത്യ ആ അതിർത്തി മുഴുവൻ അടച്ചതുകൊണ്ട്, കാവൽ നിന്നതുകൊണ്ട് നിങ്ങളെ വളഞ്ഞിട്ട് ആക്രമിച്ച് കൊല്ലാൻ പറ്റി. അവരിൽ നിന്ന് ഞങ്ങൾ കണ്ടെടുത്തത് പാകിസ്ഥാൻ്റെ പാസ്പോർട്ടാണ്, പാകിസ്ഥാൻ്റെ വോട്ടർ ID കാർഡാണ്, പാകിസ്ഥാനിലെ വിലാസങ്ങളാണ്. ഇതെല്ലാമാണ് പാകിസ്ഥാൻ നിർമ്മിച്ച, ചൈനയിൽ നിർമ്മിച്ച ആയുധങ്ങളുമാണ്. ഇതിൽ കൂടുതൽ എന്താ ഒരു രാജ്യത്തിന് തെളിവ് വേണ്ടത്? അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഇന്ത്യക്കാരാണെന്ന് നിങ്ങൾ തെളിയിച്ചു തരൂ, അതല്ലേ വേണ്ടത്? അതെ, ഞങ്ങൾ ഇത് വ്യക്തമായിട്ട് ഇതുവരാണ് ഇത് ചെയ്തതെന്ന് ഞങ്ങൾ കണ്ടെടുത്തു. ഇവർ പാകിസ്ഥാൻകാരാണെന്ന് കൃത്യമായ തെളിവുകൾ സഹിതമാണ് നമ്മൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ. അല്ലെങ്കിൽ ജനാധിപത്യ രാജ്യമാണല്ലോ ഇന്ത്യ. ഇതിനോടൊന്നും തന്നെ അരുന്ധതി റോയിയോ രാഹുൽ ഗാന്ധിയോ ആരെങ്കിലും ഇയാൾ ഈ കേരളത്തിലെ മലപ്പുറം ജില്ലക്കാരനാണ്, അല്ലെങ്കിൽ അവരുടെ മറ്റേ തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലക്കാരനാണെന്ന് പറയത്തില്ലേ? പറയുമായിരുന്നില്ലേ? ഇന്ത്യയിൽ എവിടെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ. അത്ര സുതാര്യമാണ് ഇന്ത്യയുടെ ജനാധിപത്യം, അത്ര ശക്തമാണ് ഇന്ത്യയുടെ സോഷ്യൽ മീഡിയ. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ ഇത് നിങ്ങളുടെ നാട്ടുകാരൻ തന്നെയാണ്. നിങ്ങളുടെ നാടിനെ പറ്റി ഞങ്ങൾക്കറിയില്ല. അവിടുന്ന് വന്ന് ഇവിടെ കൊലപാതകം ചെയ്തിട്ട് പോയി, എന്നിട്ട് ചുണയുണ്ടോ? നിങ്ങൾ പിന്നെ ഒരെണ്ണം എന്താ നടത്താഞ്ഞത്? ഭീകരവാദാക്രമണം. കാരണം ഇനി നടത്തി കഴിഞ്ഞാൽ കഴുത്തിന് മുമ്പിലാണ് മോദിയുടെ തോക്കിരിക്കുന്നത്. പോയിന്റ് ബ്ലാങ്കിലാണ്, പൊട്ടിക്കും. പിന്നെ ഇത് ശബ്ദിക്കില്ല. നിങ്ങൾക്ക് സൗദി അറേബ്യയുടെ കുറേ സഹായം കിട്ടി, അമേരിക്കയുടെ സഹായം കിട്ടിക്കോ?
ഇതൊന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ തീരുമാനം നടപ്പാക്കുന്നതിന് ഒരു തടസ്സവുമല്ല. ഞങ്ങളത് ചെയ്യും. ഇനി ഒരു ഭീകരാക്രമണം ഉണ്ടായാൽ പാകിസ്ഥാനെ നിങ്ങൾ കുറച്ച് ഞങ്ങൾ ബാക്കി വെച്ചു, അവിടെ പൊടിയാക്കിയിട്ട് അതും കൂടെ തീർത്തു തരും. അതിന് ശക്തമാണ് ഞങ്ങൾ ഇന്ത്യ. അത് കഴിഞ്ഞ് സർ 11 വ്യോമത്താവളങ്ങളാണ് തകർത്തത്. അതിൽ ഒരെണ്ണം ഈ അമേരിക്കയുടെ ആണവ സാധനങ്ങൾ സൂക്ഷിച്ചിരുന്ന സ്ഥലം. അത് ഉൾപ്പെടെയാണ് 11 എണ്ണം. ശരിക്കും 12 എണ്ണം തകർത്തു എന്നാണ് പറയുന്നത്. പക്ഷെ ഒരെണ്ണം ഭാഗികമായിട്ടേ തകർന്നിട്ടുള്ളൂ. അതുകൊണ്ടാണ് 19 വ്യോമത്താവളങ്ങളുണ്ട്. അതിൽ 12 എണ്ണം അതാണ് എനിക്ക് തോന്നുന്നത്. നൂർഖാൻ അന്താരാഷ്ട്ര വിമാനത്താവളം അതിനടുത്തായി ഇത് ഉണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് ഇന്ത്യൻ വിമാനം പോയപ്പോൾ ചാരചക്ഷുസുകൾ കൊണ്ട് ചുറ്റുമൊന്ന് വിഹക വീക്ഷണം നടത്തി കാണും. അപ്പൊ അവരുടെ ആറ്റം ബോംബ് ഇരിക്കുന്ന അവിടെയാണ് കിരാന കുന്നുകൾ. ആ കിരാന കുന്നുകളൊന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത് അമേരിക്ക അവരുടെ വേസ്റ്റ് ബിന്നായിട്ട് ഉപയോഗിക്കുന്ന ന്യൂക്ലിയർ വേസ്റ്റ് കൊണ്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക. അതാണ് ആണവ ബോംബാണെന്നും പറഞ്ഞ് ഇസ്ലാമിക് ബോംബ് എന്നൊക്കെ പറഞ്ഞ് ഇവർ ഘോഷിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ രഹസ്യം ഇപ്പോൾ ഇന്ത്യ കണ്ടെത്തി. അതുകൊണ്ടാണ് പറഞ്ഞത് മേലിൽ ഇനി നിങ്ങൾ ആണവ ബോംബെന്നുള്ള ഭീഷണി പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തേണ്ട, ഞങ്ങളത് വകവെക്കുകയില്ല, അടിച്ച് നിരപ്പാക്കി കളയും. ഇതാണ് അതിൻ്റെ അർത്ഥം. ഇപ്പം ഞങ്ങൾ ഒന്ന് തന്നേ ഉള്ളൂ, നിങ്ങൾ നിലം പതിച്ചു, ഇനി അടുത്തതും കൊണ്ട് വന്ന ഇനി തല ഉയർത്താൻ പറ്റാത്ത രീതിയിലായി തീരും. നിങ്ങൾ തല പൊക്കുകയില്ല. അതിപ്പോൾ പതുക്കെ ഉയർന്നു വന്നിട്ടുണ്ടല്ലോ, സൗദിയുടെയൊക്കെ അനുഗ്രഹാശിസ്സും കൊണ്ടും ആശീർവാദം കൊണ്ടും പിന്നെ വേൾഡ് ബാങ്കിൻ്റെ സഹായം കൊണ്ടും ഒക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ നിവരാൻ നോക്കുക. ഇനി അടിക്കാൻ ഇങ്ങോട്ട് വന്നാൽ ഉണ്ടല്ലോ താരികട പിന്നെ ഒരിക്കലും ആ മണ്ണിൽ നിന്ന് എണീക്കുകയില്ല. മിട്ടീസെ മിലാദേക, അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. മണ്ണോട് മണ്ണ. അതാണ് ഞങ്ങൾ ഈ നിർഭർ ഭാരതിലൂടെ ആയുധങ്ങൾ ഇത്ര കോടിക്കണക്കിന് രൂപയ്ക്ക് ഉണ്ടാക്കിയതുമെല്ലാം നിങ്ങളെ കരുതി മാത്രമാണ്. കാരണം നിങ്ങളാണ് ഇന്ത്യയുടെ തലവേദന. അതുകൊണ്ട് അതിനുള്ള നിങ്ങൾ കണ്ടല്ലോ, ചൈനയുടെയും തുർക്കിയുടെയും ഒക്കെ കൊണ്ടുപോയിട്ടും വല്ല പ്രയോജനം ഉണ്ടായി. വലിയ പോർ വിമാനങ്ങൾ വരെ പൊട്ടി പൊളിഞ്ഞു പോയി. അതെ, എല്ലാം തകർത്ത് കളഞ്ഞില്ലേ. ഞങ്ങൾ ഫോട്ടോ സഹിതമാണ്. അതായത് നിങ്ങളെ പോലെ കള്ളം പറഞ്ഞു. സാറ്റലൈറ്റ് പിക്ചേഴ്സ്, സാറ്റലൈറ്റ് വീഡിയോ ഉൾപ്പെടെയാണ്. പിന്നെ ട്രംപിന്റെ അവിടുത്തെ നിന്ന് നിങ്ങൾക്ക് മൃഷ്ടാന്ന ഭോജനം കിട്ടാൻ വേണ്ടി അദ്ദേഹമാണ് നിങ്ങളുടെ മഹാൻ എന്നും പറഞ്ഞ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നു. മെന്റർ കിട്ടുന്നത് വാങ്ങിച്ചു. ഞങ്ങൾക്ക് കുഴപ്പമില്ല, പക്ഷെ ഞങ്ങളെ വാങ്ങില്ല. ഇപ്പൊ അമേരിക്കയിൽ ഈ ഷഹബാസ് ഷെറീഫും അസീം മുനീറും കൂടി ഇയാളെ കണ്ടു, ട്രംപിനെ കൂടിക്കാഴ്ച നടത്തി. കാല് പിടിക്കും. കുറച്ച് മുഖസ്തുതി കൊടുത്തു കഴിഞ്ഞാൽ ട്രംപ് അവരിൽ സംപ്രീതനാവും. ആശ്രിത വത്സലനാണല്ലോ. ഇന്ത്യക്ക് അതിന്റെ ഒന്നും ദാരിദ്ര്യം അത്ര ഒരു ദാരിദ്ര്യം വന്നിട്ടില്ല, അതിന്റെ ആവശ്യവുമില്ല. അങ്ങനെ പിന്നെ ട്രംപിന്റെ കാല് പിടിച്ച് കാര്യങ്ങൾ ചെയ്യേണ്ട ഗതികേടിലല്ല. അങ്ങനെ ഒരു ഗതികേട് നമുക്കില്ല. അതാണ് ശരിയായ വാക്ക്. ഗതികേട് തൽക്കാലം ഞങ്ങൾക്കില്ല. നിങ്ങളുടെ ഗതികേട് കൊണ്ട് നിങ്ങൾ ഇത് ചെയ്തോ, ഇനിയും മൃഷ്ടാന്ന ഭോജനം തരും. അപ്പൊ അതുകൊണ്ട് വെട്ടി വിഴുങ്ങിക്കോ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് പറയാനില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇത് ബൈലാറ്റർ പണ്ടേ ഞങ്ങൾ പറഞ്ഞിട്ടൊരു കാര്യമാണ്. മൂന്നാം ശക്തി ഞങ്ങൾക്ക് കാരണം ഇതൊരു ഇന്ത്യയുടെ ഭാഗമാണ് കാശ്മീർ. അതിനെക്കുറിച്ച് ഒരു ചർച്ച നടത്താൻ വേണ്ടിയിട്ട് മൂന്നാം കക്ഷിയുടെ ആവശ്യമില്ല. ഞങ്ങൾക്കറിയാൻ ചർച്ച നടത്താൻ. ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. അതിന്റെ ഫലമായി പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നത്തിൽ തന്നെ ഉഭയകക്ഷി ചർച്ച മതി. മൂന്നാമതൊരാളെ ഇടപെടിക്കണ്ട. വെള്ളത്തിന്റെ കാര്യത്തിലായാലും ശരി, മറ്റേത് വിഷയത്തിന്റെ കാര്യത്തിലായാലും ഇപ്പോഴത്തെ നിലപാടതാ. പണ്ട് നമുക്ക് അങ്ങുണ്ടായിരുന്നു. താഷ്കന്റിൽ പോയി ശാസ്ത്രി പിന്നെ അവിടുത്തെ പ്രധാനമന്ത്രിയുമായിട്ടും പ്രസിഡന്റുമായിട്ടും പിന്നെ ചർച്ച നടത്തി, യാഖ്യാഖ്യാനുമായിട്ടും ചർച്ച നടത്തി. പക്ഷെ ഇപ്പൊ നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ട്രംപ് അല്ല, ഇനി ആരും വന്ന് ഇങ്ങോട്ട് ഇടപെടണ്ട. സിംല കരാറിൽ ഒരു മൂന്നാം കക്ഷി ഉണ്ടായിരുന്നില്ല. സിംല കരാർ നിങ്ങൾ നടപ്പാക്കുന്നില്ല, അത് വേറെ കാര്യം, അത് കുഴപ്പമില്ല. അതിന് പകരം സിന്ധു നദീജല കരാർ ഞങ്ങളും റദ്ദാക്കി. ഇനി 50-50. ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഐക്യരാഷ്ട്രസഭയിൽ നിങ്ങളുടെ പ്രതിനിധിയും കാണുകയില്ല. ഒരു രാഷ്ട്രമായിട്ട് നിങ്ങൾ നിലനിൽക്കുക. പിന്നെ എന്തിനാ പ്രതിനിധി? അതുകൊണ്ട് ആ അവസ്ഥ ഉണ്ടാക്കരുത്. ചോദിച്ചു വാങ്ങിക്കരുത്. ട്രംപിനോട് വല്ലതും കിട്ടുന്നെങ്കിൽ ചോദിച്ചു വാങ്ങിച്ചോ, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ ഞങ്ങളോട് അല്ല, അതിന്റെ തിണ്ണമെടുക്ക് ഞങ്ങളോട് കാണിക്കരുത്. അതുകൊണ്ട് ഇങ്ങോട്ട് വരരുത് എന്നുള്ള ഒരു വാക്കാണ് കൊടുത്തിരിക്കുന്നത്. ഇനിയും നമ്മുടെ ജയശങ്കർ പ്രസംഗിക്കുമ്പോഴായിരിക്കും ബാക്കി അമേരിക്കയ്ക്കുള്ള മറുപടി കൂടി